ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ കുറച്ച് നേരം വൈകിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും രാവിലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ നമുക്ക് അടുക്കളയിലേക്ക് വെച്ച് പിടിക്കാം. അടുക്കളയിലേക്ക് എത്തിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് മീനിൻ്റെ ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മീനിൻ്റെ ഐസൊക്കെ മാറിയിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാമേ. ഞാനിന്ന് മാങ്ങ ഇട്ടിട്ടാണ് ഈ നെത്തോലി മീൻകറി വെക്കുന്നത്. അപ്പോൾ മാങ്ങ ഇട്ട മീൻകറിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പൊക്കെ അടിച്ച് അത് അങ്ങോട്ട് തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് കുറച്ച് മീൻ വറുക്കാനും കൂടെ എടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഇന്ന് ബീട്രൂട്ടാണ് കിട്ടിയത്. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് തോരനും കൂടെ വെച്ചിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചോപ്പർ റൂട്ടിനുള്ളതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ബീട്രൂട്ട് തോരത്തിനുള്ളിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതും അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അടുപ്പിൽ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കടുക് വറുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. മീനിൽ കുറച്ച് കടുക് വറുത്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് കടുക് വറുക്കാനായിട്ട് എണ്ണ തളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പുറത്ത് ചട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടാൽ ഇന്നത്തെ പരിപാടി ഏകദേശമൊക്കെ ഒന്ന് കഴിയും. അപ്പോൾ അതേ തോരനൊക്കെ ഇവിടെ സെറ്റായിരിപ്പുണ്ട്. ഇത് ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. ഇൻഡസ്ട്രി വാലിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇരുമ്പ് ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മീനും വറുക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് തോരനും മെഴുകുവരട്ടിയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വെക്കാറുണ്ട്. അപ്പോൾ അതേ കടുക് വറുത്ത് നമ്മൾ മീനിലേക്ക് ഒഴിച്ചു. സൗണ്ട് ഇട്ടില്ലേ? അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ അടുക്കള പരിപാടി പൂട്ടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഏകദേശം എല്ലാം സെറ്റായിട്ട് നമുക്കിനി ചോറ് വിളമ്പാം. ചോറിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ആവി പറക്കുന്ന ചോറും നമ്മുടെ നെത്തോലി മീൻ കറിയും ബീട്രൂട്ട് തോരനും പിന്നെ മീൻ വറുത്തതും കൂട്ടത്തിൽ കുറച്ച് സവാളയും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ കുറച്ച് രസവും കുറച്ച് കടുക് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.